ഹായ് ഓൾ, ഇന്ന് നമ്മൾ MAPC 22 അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് അതാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു അസസ്മെൻറ്റ്, ഡെഫിനിഷൻ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡിഫറൻഷ്യേറ്റിംഗ് ബിറ്റ്വീൻ ടെസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ്. അപ്പോൾ ആദ്യം തന്നെ അസസ്മെൻറ്റ് എന്താണെന്ന് പറയാം. അസസ്മെൻറ്റ് എന്നാൽ ശരിക്കും ഒരു ഇവാലുവേഷനാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പനി വന്നു, ചെറിയ ചൂടൊക്കെ ഉണ്ട്, അപ്പം വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലത്തെ ഹോം റെമഡീസൊക്കെ യൂസ് ചെയ്തു, പക്ഷേ അങ്ങോട്ട് കുറയുന്നില്ല. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഫസ്റ്റ് അവരെന്താ ചെയ്യുന്നത്? ആദ്യം അവർ ടെമ്പറേച്ചർ നോക്കും, പിന്നെ BP നോക്കും, പിന്നെ ഡോക്ടർ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മുടെ പൾസും ഹാർട്ട് ബീറ്റ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കും, പിന്നെ ചുമയുണ്ടോ നോക്കും, പിന്നെ വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെഡിക്കൽ അസസ്മെൻറ്റാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് ടീച്ചർ ക്ലാസ് ടെസ്റ്റ് നടത്തുന്നു, അത് ഒരു അസസ്മെൻറ്റാണ്. അതേപോലെ തന്നെ സൈക്കോളജിയിൽ നമ്മൾ ചെയ്യുന്ന ഈ ഇവാലുവേഷനാണ് പറയുന്നത് അസസ്മെൻറ്റ്. അതായത് നമ്മളെ കാണാൻ ഒരു ക്ലയൻറ്റ് വരുന്നു, അപ്പോൾ നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ കേസ് ഹിസ്റ്ററിയും MSCയും എല്ലാം എടുത്തിട്ട് നമ്മൾ അവരുടെ പ്രോബ്ലം എന്താണെന്ന് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ മനസ്സിലാക്കുന്നു. വേണമെങ്കിൽ ആവശ്യമെങ്കിൽ നമുക്ക് അവരുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. അപ്പം ഓവറോൾ നമ്മൾ ഈ നടത്തുന്ന ഈ ഇവാലുവേഷനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ യൂസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓർ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോർ ഒബ്സർവിങ് അവർ ബിഹേവിയർ. ശരിക്കും കുറേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് ഒരു ഹ്യൂമൻ്റെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സിറ്റുവേഷൻ. ഗൈഡൻസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് അത് ഓൾമോസ്റ്റ് ഒരേ മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ കൗൺസിലിംഗ് ആയാലും ഗൈഡൻസ് ആയാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അസസ്മെൻറ്റ് നോർമലി സ്റ്റാൻഡേർഡൈസ്ഡ് ടൂൾസ് യൂസ് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അസസ്മെൻറ്റ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫോമൽ അസസ്മെൻ്റ് ഉണ്ട്, ഇൻഫോമൽ അസസ്മെൻ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡൈസ്ഡ് ഉണ്ട്, നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് ഉണ്ട്. ഫോമൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസൊക്കെ എന്ന് പറയുന്നത് ക്ലോസ് എൻഡഡ് ആയിരിക്കും. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം അതിൽ ഓൾമോസ്റ്റ് ചിലപ്പോൾ ഒരു 3 ടൈപ്സ് ഓഫ് ആൻസേഴ്സ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം പ്രാക്ടിക്കലൊക്കെ ചെയ്തിരുന്നല്ലോ, അപ്പോൾ അതിൽ PBCLൻ്റെ ആ ഒരു ഇൻവെൻറ്ററി ഓർമ്മയുണ്ടോ? അപ്പോൾ അതിലൊരു 3 കോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അതുപോലെ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഇൻവെൻറ്ററി നമ്മൾ ചെയ്തായിരുന്നു, പ്രാക്ടിക്കൽ ഓർമ്മയുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഓഫ് കുറേ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ഒരു പർട്ടിക്കുലർ ആൻസേഴ്സും ഉണ്ടായിരിക്കും. ഒരു ആൻസറല്ല, ഓക്കെ, മോർ ദാൻ 1 ആൻസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലെങ്കിൽ ഫോമൽ എന്ന് പറയുന്നത്. അത് ഓൾറെഡി പ്ലാൻഡ് ആണ്. സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുന്നു, പേഴ്സണാലിറ്റി ടെസ്റ്റൊക്കെ നടത്തുന്നു, അതൊക്കെ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അല്ല, നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ, നമ്മളുടേതായ ഒരു രീതിയിൽ അവിടുത്തെ വന്നിരിക്കുക, എന്താ വന്നത്, എന്താ എന്നെ കാണാൻ വന്നതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ നേടുന്നൊരു പ്രശ്നം. അപ്പോൾ അതെന്ന് പറയുന്നത് അതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പൺ ആയിരിക്കും. അതായത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ആൻസേഴ്സ് പറയാം. അതായത് പ്രീ പ്ലാൻഡ് അല്ലാത്ത അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് അല്ലാത്ത ആൻസേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ഈ നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലെങ്കിൽ ഇൻഫോർമലായിട്ടുള്ള അസസ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അസസ്മെൻറ്റിൻ്റെ മീനിങ്ങിൽ ഒന്നാമത്തേത്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ യൂസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓർ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോർ ഒബ്സർവിങ് അവർ ബിഹേവിയർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സ്ട്രീംലി കോംപ്ലെക്സ് പ്രോസസ് ഓഫ് സോൾവിങ് പ്രോബ്ലംസ്. ദാറ്റ് ഈസ് സോൾവിങ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ആൻസറിങ് ക്വസ്റ്റ്യൻസ്. ഒരാളൊരു പ്രോബ്ലമായിട്ടായിരിക്കും വരുന്നത്, നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻ വിച്ച് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആർ ഓഫൺ യൂസ്ഡ് ആസ് വൺ ഓഫ് ദ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് റെലിവൻറ്റ് ഡേറ്റ. അനാസ്റ്റസി 1990
പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണിത്. അതായത് അസസ്മെൻറ്റിൽ വേണമെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉപയോഗിക്കാം. ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇൻ്റലിജൻസ് ടെസ്റ്റ്, ഡിപ്രഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ്, LD ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നത് ദ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ഗ്യാദേഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻഡിവിജ്വൽ ടു പ്രൊവൈഡ് ഹിം ഓർ ഹെർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. അതായത് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാണ് ആ ഒരു ഇൻഡിവിജ്വലിനെ പറ്റിയിട്ടുള്ളത്. എന്തിന്? അവർക്കൊരു ഗൈഡൻസ്, അവർക്കൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മളത് സോൾവ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഗൈഡൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് തന്നെ നമ്മൾ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിനെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ആ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ കേസ് സ്റ്റഡി ചെയ്തിട്ടോ ഒബ്സർവേഷൻ ചെയ്തിട്ടോ ഒക്കെ നമ്മൾ അവരിൽ നിന്നും അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അവർക്കൊരു സൊല്യൂഷൻ അവരിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആ ഗ്യാതറിങ് ഇൻഫർമേഷൻ പറയുന്നതാണ് അസസ്മെൻറ്റ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും അവരുടെ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം മാത്രമല്ല നമ്മൾ ചോദിക്കുന്നത്. അവരുടെ ബയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ, ന്യൂറോളജിക്കൽ, പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ എല്ലാം ചെയ്യും. അതായത് അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഹെറിഡിറ്ററി ആയിട്ട് ജനറ്റിക് പരമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ സംബന്ധിച്ച് അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ. അതായത് സൈക്കോളജിക്കൽ അസസ്മെൻ്റ് എന്ന് പറയുമ്പം ഫുള്ളി നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അപ്പോൾ ഇത് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കൗൺസിലർ ഇതെല്ലാം, അതായത് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നാണ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സോഴ്സസ് എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ക്ലയൻറ്റ്. അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഡേറ്റാസ് ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇത് കാരണമാണ്, ഈ കാരണം കൊണ്ടാണ്. ചിലപ്പം ഇവർക്ക് ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് ചിലപ്പോൾ അവർക്കൊരു അസുഖമുള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പാസ്റ്റ് ട്രോമ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്, ഡേറ്റ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിലെത്തുന്നത്. അപ്പോൾ ഈ കൺക്ലൂഷൻ എത്തുന്നത് പക്ക 100% കറക്റ്റ് ആവണമെന്നില്ല. നമ്മൾ പോസിബിലിറ്റീസാണ് എപ്പോഴും പറയുന്നത്. നമുക്കൊരിക്കലും ഇത് കാരണമാണ് നിങ്ങൾക്ക് ഇത് സംഭവിച്ചതെന്ന് 100% ഉറപ്പോടെ നമുക്കൊരിക്കലും ഒരു ക്ലയൻറ്റിനോട് പറയാൻ പറ്റില്ല. കാരണം ഹ്യൂമൻ എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നെക്സ്റ്റ് പോയിൻറ്റ് മീനിങ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റിൽ പറയുന്നത് മെലോണി ആൻഡ് വാർഡിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അവർ പറയുന്ന ഒന്നാമത്തെ പോയിൻ്റ് ആണെന്ന് വെച്ചാൽ ടിപ്പിക്കലി ഡസ് നോട്ട് ഇൻവോൾവ് ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ് ഓർ സ്റ്റെപ്സ്. അസസ്മെൻറ്റിൻ്റെ അകത്ത് ഒരു ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ സ്റ്റെപ്സോ ഉണ്ടായിരിക്കില്ല. ഇത് ഇവരുടേതാണ്. ഓക്കെ, മെലോണി ആൻഡ് വാർഡിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് ഒരു അസസ്മെൻറ്റിൽ ഒരു പ്രൊസീജിയേഴ്സോ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒന്നുമല്ല നടത്തുന്നത്. നോർമലി ഇൻ റിയൽ ലൈഫ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സ്ട്രക്ചേർഡ് ഓർ നോട്ട് ഫുള്ളി അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് എന്ന് പറയും. രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് അവരുടെ ഒരു ഇതിൽ പറയുന്നത് ഫ്രീക്വൻ്റ്ലി യൂസസ് ടെസ്റ്റ്. അസസ്മെൻറ്റിൽ ടെസ്റ്റൊക്കെ മിക്കവാറും യൂസ് ചെയ്യും. മൂന്നാമത്തെ പോയിൻ്റ് കോൺട്രിബ്യൂട്ട്സ് ടു സം ഡിസിഷൻ പ്രോസസ് to some problem, often by redefining the problem, breaking the problem down into smaller pieces or highlighting some parts of the problem. അപ്പോൾ മെലോണി ആൻഡ് വാർഡ് പറയുന്ന അനുസരിച്ച് ഈ അസസ്മെൻറ്റിൽ ഒരു പ്രോബ്ലമായിട്ടായിരിക്കും പക്ഷേ ഒരു ക്ലയൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ പ്രോബ്ലത്തെ റീഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അതായത് അവർ ചിലപ്പം ഇപ്പം പറയാണ്, അപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഞാനും പാർട്ട്ണറുമായിട്ട് എപ്പോഴും അടിയാണ്. അപ്പോൾ അവർക്കതായിരിക്കും പ്രശ്നം. പക്ഷേ ബേസിക്കലി ചിലപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ റീഡിഫൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ആ പാർട്ട്ണർക്ക് സാമ്പത്തികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം വെച്ചിട്ടാണ് അയാളുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ചിലപ്പോൾ വൈഫിനോട് തീർക്കുന്നത്. അപ്പം അതായിരിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഒരു അടിസ്ഥാനം. അതായത് പ്രോബ്ലത്തെ നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു കുട്ടി പറയുകയാണ്, എനിക്ക് എക്സാം ഭയങ്കര പേടിയാണ്, എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനാണ്, ആങ്സൈറ്റിയാണ്, എൻ്റെ കൈയൊക്കെ വിറയ്ക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക്
അതിൻ്റെ പ്രോബ്ലത്തിനോട് പറയുക, ആ കുട്ടിക്ക് നമ്മൾ റീഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എക്സാം പേടിയല്ല, ആത്മവിശ്വാസം ഇല്ലാത്തതായിരിക്കും. അതാണ് നിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ നമ്മളൊരു പ്രോബ്ലത്തെ റീഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിന് പല സ്റ്റെപ്പായിട്ട്, അതായത് ഇപ്പോൾ എക്സാം ഭയങ്കര പേടിയാണ്, പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഒരു കാര്യം ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ട, ഒരു 5 മിനിറ്റ്സ് ദിവസം 5 മിനിറ്റ്സ് മാത്രം വെച്ചിട്ട് പഠിക്കുക. 5 മിനിറ്റ്സ് എന്നുള്ള പിന്നെ 10 മിനിറ്റ്സ് ആക്കുക. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് റിക്വയർസ് ദ എക്സാമിനർ ടു കൺസിഡർ, ഇവാലുവേറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റ് ദ ഡേറ്റ. അതായത് അസസ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസസ്മെൻറ്റിന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് അത് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. 5th പോയിന്റ് പ്രൊഡ്യൂസേഴ്സ് റിസൾട്ട്സ് ദാറ്റ് കനോട്ട് ബി ഇവാലുവേറ്റഡ് സോൾലി ഓൺ സൈക്കോമെട്രിക് ഗ്രൗണ്ട്സ്. അതായത് നമ്മൾ ഈ ഒരു റിസൾട്ട് ചുമ്മാ ടെസ്റ്റ് മാത്രം ചെയ്തിട്ട് മാത്രമല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ ഫുള്ള് കേസ് സ്റ്റഡി നമ്മൾ പഠിച്ച്, പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഭാഗം മാത്രമാണ് ഈ സൈക്കോമെട്രിക് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആ സൈക്കോളജിക്കൽ ടെസ്റ്റ്, സൈക്കോളജിക്കലി എങ്ങനെയാണ് ടെസ്റ്റ് നടത്തുക, അതാണ് സൈക്കോമെട്രിക് എന്ന് പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ ബാക്കി അവരുടെ സംസാരിച്ച് അവരെ ഒബ്സർവ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ റിസൾട്ടിൽ അല്ലെങ്കിൽ ഇവാലുവേഷനിൽ എത്തുന്നത്. ഈസ് ലെസ് റുട്ടീൻ ആൻഡ് ഇൻഫ്ലെക്സിബിൾ, മോർ ഇൻഡിവിജ്വലൈസ്ഡ്. ഓരോ അസസ്മെൻറ്റും ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പം ഡിപ്രഷൻ തന്നെ ഇപ്പോൾ 2 പേഷ്യൻസ് 2 ക്ലയൻറ്റ്സ് വന്നാലും 2 പേർക്കുള്ള അസസ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം 2 പേരുടെയും സാഹചര്യങ്ങൾ വേറെ ആയിരിക്കും, 2 പേരും ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം വേറെ വേറെ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും. ഫ്ലെക്സിബിൾ അല്ലാത്ത എന്നുവെച്ചാൽ ഇൻഡിവിജ്വലൈസ്ഡ്, നമ്മൾ ഓരോ പേഴ്സണും അത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ക്യാൻ ബി പ്രോസസ് ഓറിയൻറ്റഡ് ഓർ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ്. അതായത് നമ്മൾ എങ്ങനെ അസസ്മെൻറ്റ് നമ്മൾ ടൂൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ചില പേഷ്യൻസ് നമുക്ക് ടെസ്റ്റ് ഒന്നും യൂസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പം ടെസ്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അവസാനം ഒരു സ്കോറൊക്കെ കിട്ടും. അപ്പോൾ ആ സ്കോറിനെ നമുക്കൊരു പ്രോഡക്റ്റായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പം അല്ലെങ്കിൽ അതിനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയാം. അതായത് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സ്, ന്യൂമറിക്കലായിട്ടുള്ള ഒരു ആൻസറൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡെന്നും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് എന്നും പറയാം. അല്ല നമ്മൾ ജസ്റ്റ് തെറാപ്പീസൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ പ്രോസസ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് മീനിങ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റിലെ പറയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വന്നിട്ട് പർപ്പസ് ഓഫ് അസസ്മെൻ്റ് ആണ്. പർപ്പസ് ഓഫ് അസസ്മെൻറ്റ് 5 എണ്ണമാണുള്ളത്. അതിൽ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റിന് അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അവരെ കൊണ്ട് എന്തൊക്കെ പറ്റും, വാട്ട് ദേ ക്യാൻ ഡു ഓർ വാട്ട് ദേ കനോട്ട് ഡു, അതൊക്കെ നമുക്ക് ഈ അസസ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യാണ്, അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ LD ടെസ്റ്റ് ചെയ്തു, അപ്പോൾ നമുക്ക് മനസ്സിലായി കുട്ടിക്ക് മാത്സ് വലിയ പിടിയില്ല. അപ്പം അതിൻ്റെ പേരൻസിനോട് പറയുക അല്ലെങ്കിൽ ആ കുട്ടിയോട് പറയുക, നീ ഇനി നെക്സ്റ്റ് കോഴ്സിൽ മാത്സ് ഫോക്കസ് ആയിട്ട് അല്ല എൻജിനീയറിങ്ങിന് പോയാൽ നിനക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിനക്ക് വേറെ ബയോളജിക്ക് നല്ല സ്കോറുണ്ട്, അപ്പോൾ നീ അതെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുകയാണ്, അതിൻ്റെ വീക്ക്നെസ് എന്താണ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്താണെന്നും പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ് ടു ഡയഗ്നോസ് സ്റ്റുഡൻറ്റ്സ് പ്രോബ്ലം. അസസ്മെൻറ്റിലൂടെ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ഫുൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സസിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കളക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ കോസൽ ഫാക്ടേഴ്സ് എന്താണ്, ഈ പ്രോബ്ലത്തിൻ്റെ കോസൽ ഫാക്ടർ എന്താണ്. അതായത് ഫാമിലിയിൽ നിന്നാണോ, ഹെൽത്തിൽ നിന്നാണോ, അതോ അക്കാഡമിക് പെർഫോമൻസ് ആണ്, എവിടെയാണ് പ്രശ്നം, അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതാണ് സെക്കൻഡ് പോയിൻറ്റ്, ടു ഡയഗ്നോസ് സ്റ്റുഡൻറ്റ്സ് പ്രോബ്ലം. തേർഡ് പോയിൻറ്റ്, ടു ഹെൽപ്പ് ഇൻ കരിയർ പ്ലാനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അസസ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ്, നോർമലി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻറ്റ് ബേസിസിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് കരിയറാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് നേരത്തെ മേളിൽ പറഞ്ഞ ഏകദേശം അതേപോലെ തന്നെ സെലക്ഷൻ ഓഫ് സബ്ജക്ട്സ് ഏതാ, കോഴ്സസ് ഏതാന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തേത് ടു ഹെൽപ്പ് പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ പെർഫോമൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു അസസ്മെൻറ്റ് വെച്ചിട്ട് അവർക്കൊരു ഓക്കെ ഇവരെ കൊണ്ട് അവരുടെ IQ ചിലപ്പം 80 ആയിരിക്കാം, പക്ഷേ നമ്മൾ ഇവരെ മോട്ടിവേഷൻ ചെയ്ത് ഇവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ അവർക്ക് ഒരു സൈക്കോളജിക്കൽ
ഒരു എഡ്യൂക്കേഷൻ അവരുടെ വീട്ടുകാർക്ക് കൊടുത്ത് കുട്ടിക്കും കൊടുത്ത് അതിൻ്റെ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് ഒക്കെ ഒന്ന് ചേഞ്ച് വരുത്തി അതിൻ്റെ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചർ കോഴ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇപ്പോൾ എന്തെങ്കിലും കരിയർ ആണെങ്കിൽ അവിടെ അതിന് ആ കുട്ടിക്ക് കൂടുതൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ നീ ഇങ്ങനെ ഈ ഒരു രീതിയിലാണെങ്കിൽ നിനക്ക് 2 കൊല്ലം കഴിയുമ്പം ഇത് പഠിച്ചു കഴിയുമ്പം ഈ ഒരു അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന് അല്ലെങ്കിൽ കരിയറിന് പോകാനേ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് ഇപ്പോൾ അസസ്മെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്, സോ നിനക്ക് ആ ഒരു കൂടുതൽ സക്സസ് കിട്ടുന്ന ആ ഒരു ഡയറക്ഷൻ ഏതാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. 5-മത്തത് ടു ഇവാലുവേറ്റ് ദ ഔട്ട്കം ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിങ്ങിൽ അസസ്മെൻറ്റ് 2 പ്രാവശ്യം ചെയ്യും. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ്, അതായത് കൗൺസിലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടും ഒന്ന് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടും. അതായത് എന്തോ ഒരു പ്രശ്നമായിട്ടായിരിക്കുമല്ലോ ക്ലയൻറ്റ് വരുന്നത്, അപ്പോൾ അത് അന്നേരം നമ്മൾ അസസ്മെൻറ്റ് എടുക്കും. അപ്പം നമ്മളുടെ തെറാപ്പി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് കാരണം അവരുടെ ആ ഒരു പ്രശ്നം സോൾവ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കൗൺസിലിംഗ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു അസസ്മെൻറ്റ് ചെയ്യാം. അതാണ് റീ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഔട്ട്കം ഓഫ് കൗൺസിലിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അസസ്മെൻറ്റ് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ 5 പേർപ്പസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ ഷോർട്ട് ഫോമായിട്ട് നമുക്ക് SPOFC എന്ന് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ഓർത്ത് വെക്കാം. പർപ്പസ് ഓഫ് അസസ്മെൻറ്റ്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് തോന്നുന്നു പറയുന്നത്, എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.